മറ്റത്തൂർ പഞ്ചായത്തിൽ എന്താണ് നടന്നത്? അവിടെ കോൺഗ്രസ് കാവി പുതച്ചു എന്ന് പറയുന്നതിൽ എത്രത്തോളം യാഥാർത്ഥ്യമുണ്ട്? രാഷ്ട്രീയമായ രീതിയിൽ മാർക്സിസ്റ്റ് പാർട്ടി അത് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്? നമുക്ക് നോക്കാം മറ്റത്തൂർ പഞ്ചായത്തുമായി നടന്നിരിക്കുന്ന സംഭവവും അതോടൊപ്പം ഇന്ന് കേരള രാഷ്ട്രീയം ചർച്ച ചെയ്യുന്ന ഏറ്റവും പ്രധാനമായിരിക്കുന്ന പഞ്ചായത്തായിട്ട് മറ്റത്തൂർ മാറിയത് എങ്ങനെ എന്നുള്ളതും. അവിടെ ഈ പ്രാവശ്യം നടന്ന തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മാർക്സിസ്റ്റ് പാർട്ടിക്ക് 10 സീറ്റാണ് കിട്ടിയത്. അഥവാ 25 വർഷം മാർക്സിസ്റ്റ് പാർട്ടിയുടെ LDFിൻ്റെ ഭരണം തൂത്തെറിഞ്ഞ് UDFിൻ്റെ കൊടുങ്കാറ്റിൽ കടപുഴകി വീണ പഞ്ചായത്താണ് മറ്റത്തൂർ പഞ്ചായത്ത്. അതോടുകൂടി മാർക്സിസ്റ്റ് പാർട്ടി വല്ലാത്ത അസ്വസ്ഥരായി. പഞ്ചായത്ത് തലത്തിലും ജില്ലാ പഞ്ചായത്ത് തലത്തിലും ബ്ലോക്ക് പഞ്ചായത്ത് തലത്തിലും മുനിസിപ്പാലിറ്റി തലത്തിലും കോർപ്പറേഷൻ തലത്തിലും കൊടുങ്കാറ്റായിരുന്നു UDFിൻ്റെത് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായത്. ചരിത്രത്തിൽ ഇതുപോലൊരു നാണം കെട്ട ഒരു പരാജയം മാർക്സിസ്റ്റ് പാർട്ടിക്കോ ഇടതുപക്ഷത്തിനോ ഉണ്ടായിട്ടില്ല എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ വിഷയം ഉണ്ടാക്കിയ കാര്യമാണ്. അപ്പോൾ ഇവിടെ റിസൾട്ട് വന്നപ്പോൾ 10 സീറ്റ് LDFിന് ലഭിച്ചു, UDFിന് 8 സീറ്റ് ലഭിച്ചു. UDFിൽ 2 വിമതരുണ്ടായിരുന്നു, അവരും വിജയിച്ചു. BJPക്ക് 4 സീറ്റ് കിട്ടി. അങ്ങനെ മൊത്തത്തിൽ 24 സീറ്റ്. പിന്നെ നടന്നതാണ് സംഭവങ്ങൾ. പിന്നെ നടന്നത് നാടകമാണ്. അത് ഈ ഇലക്ഷനുമായിട്ട് പ്രാദേശിക തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് പല ഘട്ടങ്ങളിലും മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഭാഗത്തുനിന്ന് ഇത്തരം പ്രവൃത്തികൾ ഉണ്ടാവലുണ്ട് എന്ന് സ്വാഭാവികം. UDF വിമതരുമായിട്ട് സംസാരിച്ചുകൊണ്ട് കോൺഗ്രസ് അവിടെ ഈക്വാലിറ്റി ഉണ്ടാക്കാൻ വേണ്ടി ശ്രമം നടത്തി. അങ്ങനെ ആ സമയത്ത് ഈ UDFിൻ്റെ അല്ലെ കോൺഗ്രസിന് 2 വിമതരും കോൺഗ്രസിൻ്റെ 8 പേരും ആ സമയത്ത് 10 പേരായി. 10 പേരാവുന്ന സമയത്ത് മാർക്സിസ്റ്റ് പാർട്ടിക്കും 10 ആവും. അപ്പോൾ BJP ഭരണത്തിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് മാർക്സിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും ഏറെക്കുറെ ഒരു ധാരണയിലെത്തി എന്ന് പറയുന്നു. അത് പിന്നീട് അവസാനം അവർ മാർക്സിസ്റ്റ് പാർട്ടി കാലുമാറി എന്നാണ് പറയുന്നത്. അങ്ങനെ ആ സമയത്ത് തുല്യമാകുന്ന സമയത്ത് ടോസ് ഇടാൻ വേണ്ടി പറ്റും. ടോസ് ഇട്ടാൽ ഏതെങ്കിലും ഒരു പാർട്ടി കിട്ടും. ഏത് പാർട്ടി കിട്ടിയാലും വിഷയമല്ല. അല്ലെങ്കിൽ 2.5 വർഷമായിട്ട് ഭരിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ട് പറ്റും. അത് ഏറെക്കുറെ ഒരു ധാരണയിലെത്തി എന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ കുരുട്ടുബുദ്ധി പ്രയോഗിച്ചുകൊണ്ട് മാർക്സിസ്റ്റ് പാർട്ടി എന്നത് CPM കോൺഗ്രസിന്റെ റെബലായിരിക്കുന്ന 2 പേരിൽ ഒരാളെ ചാക്കിട്ട് പിടിച്ചു. അവിടെ എന്തൊക്കെയോ ഡീലിംഗ് നടന്നിട്ടുണ്ട് എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, കോൺഗ്രസിന്റെ 2 റിബലിൽ ഒരാളെയാണ് പിടിച്ചത്. കോൺഗ്രസ് സ്ഥാനാർത്ഥികളോ കോൺഗ്രസിൽ നിന്ന് വിജയിച്ചവരെയോ അല്ല പിടിച്ചത് എന്നുള്ളത് നമ്മളിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അതിൽ നിന്ന് ഒരാളെ പിടിക്കുന്ന സമയത്ത് എന്തായി? 11 പേർ മാർക്സിസ്റ്റ് പാർട്ടിക്ക് അവർക്ക് ഭരണം നടത്താൻ വേണ്ടി സാധിക്കും. വിമതന്റെ പിന്തുണ ഉണ്ടെങ്കിൽ പോലും കോൺഗ്രസിന്റെ UDF സംവിധാനത്തിന് 9 പേരായി അത് ചുരുങ്ങിയെന്ന് ചുരുക്കം. ഇവിടെ വന്ന സമയത്ത് പ്രാദേശിക വികാരം എന്ന് പറയുന്നത് അത് ഭയങ്കരമാണ്. ആ വികാരം അവിടെ ആളിക്കത്തി. ഏതെങ്കിലും തരത്തിൽ മാർക്സിസ്റ്റ് പാർട്ടി അട്ടിമറിക്കണം, എന്നിട്ട് അവിടെ ഭരണ സംവിധാനത്തിലേക്ക് UDF വരണം, അല്ലെങ്കിൽ UDF സംവിധാനത്തിലുള്ള പിന്തുണയോടുകൂടി വരണം എന്ന് കോൺഗ്രസ്സുകാർ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ തെറ്റെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ വിഷയം, രണ്ടാമത്തെ വിഭജന പ്രസിഡന്റ് ആക്കിക്കൊണ്ട് കോൺഗ്രസ് പിന്തുണ നൽകാൻ വേണ്ടി തീരുമാനിച്ചു. അങ്ങനെ ആ സമയത്ത് അതിനോട് BJP പിന്തുണ നൽകി. അവിടെ കോൺഗ്രസ് BJPയിലേക്ക് ചേർന്നിട്ടുണ്ട് എന്നുള്ളത് കള്ളപ്രചരണമാണ്. അതിൻ്റെ ആവശ്യമില്ല. കാര്യം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ ഇവിടെ BJPയുടെ സ്ഥാനാർത്ഥിയാണ് പ്രസിഡന്റായിട്ട് വരേണ്ടത്. BJPക്കാണ് കോൺഗ്രസ് പിന്തുണ നൽകുന്നത് എങ്കിൽ അവിടെ സ്ഥാനാർത്ഥിയായി വരേണ്ടത് BJP ആണ്. BJP അവിടെ സ്ഥാനാർത്ഥിയായിട്ട് വന്നിട്ടില്ല. അവിടെ വന്നത് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ട് വന്നിട്ടില്ല. കോൺഗ്രസിന്റെ വിമതനാണ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായിട്ട് വന്നത്. ആ പ്രസിഡന്റ് സ്ഥാനാർത്ഥിക്കാണ് കോൺഗ്രസിൽ ജയിച്ചവർ പിന്തുണ നൽകുന്നത്. അതിന് പിന്തുണ BJP നൽകി. യഥാർത്ഥത്തിൽ BJP കോൺഗ്രസിനാണ് പിന്തുണ നൽകുന്നത്. അങ്ങനെയാണ് അവിടെ രാഷ്ട്രീയപരമായിട്ട് പോകുന്നത്. അതിനെന്താണെന്ന് അറിയാം, പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് പാർട്ടിക്ക് ക്ഷീണമോ പ്രയാസമോ ഇല്ലാതിരിക്കാൻ വേണ്ടി 8 പേരും പാർട്ടിയിൽ നിന്ന് രാജിവെച്ചത് കൊണ്ടും ആ വിഷയം തീരുന്നില്ല. പാർട്ടി അത് ഗൗരവമായിട്ട് എടുത്തുകൊണ്ട് 8 പേരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി, സസ്പെൻഡ് ചെയ്തുകൊണ്ട് അത് ഉത്തരവ് DCC പ്രസിഡന്റ് പുറപ്പെടുവിക്കുകയും ചെയ്തു. ഇവിടെ നടന്നിരിക്കുന്ന സംഭവം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ എല്ലാ പ്രതിസ്ഥാനത്തുള്ളതും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. അവരുടേതായിരിക്കുന്ന നിലനിൽപ്പിന് വേണ്ടി കോൺഗ്രസിൻ്റെ റെബലായി മത്സരിച്ചവരെ ചാക്കിട്ട് പിടിച്ചിട്ട് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയാക്കിയിട്ട് 11 അംഗമാക്കി എന്നുള്ളതാണ് ഏറ്റവും വലിയ കുരുട്ടായിരിക്കുന്ന പ്രവൃത്തി ചെയ്ത്. അതിനെ പ്രതിരോധിക്കുകയാണ് യഥാർത്ഥത്തിൽ ഈ പഞ്ചായത്തിലുള്ള മതേതര കക്ഷികൾ ചെയ്തത് എന്നാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുന്ന സമയത്ത് നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്.